കണ്ണൂരിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ കെ സുധാകരൻ നീക്കം തുടങ്ങി. ലോക്സഭാ അംഗത്വം രാജിവെച്ചേക്കും. KC വേണുഗോപാലിനോട് ഗുഡ് ബൈ പറഞ്ഞ് ആണ് സുധാകരന്റെ നീക്കങ്ങൾ. നിങ്ങളുടെ വഴിക്ക് നടക്കൂ, താൻ തൻ്റെ വഴിക്ക് നടന്നോളാം എന്നാണ് സുധാകരൻ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചത്. അടൂർ പ്രകാശിന്റെ കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. മാരത്തോൺ ചർച്ചകൾ നടന്നിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിക പട്ടികയിൽ ഒന്നും എത്തുന്നില്ല. വലിയ സംഘർഷം നടക്കുന്നു. നമുക്ക് കണ്ണൂരിലേക്ക് തന്നെ ഒന്ന് പോകാം. അവിടെ സന്തോഷ് M ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. സന്തോഷ്, സുധാകരൻ ഇന്ന് തീർച്ചയായും നമുക്ക് ദില്ലിയിലേക്ക് തന്നെ പോകാം. വിഷ്ണു തലവൂർ വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു തലവൂരിലേക്ക് പോകാം. കാരണം ഇപ്പോൾ നേരത്തെ തന്നെ VD സതീശൻ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുവഴി കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ നടക്കുന്ന അനിശ്ചിതത്വത്തിൻ്റെ കൃത്യമായ പരിച്ഛേദം ഈ VD സതീശൻ്റെ വാക്കുകളുണ്ട്. VD സതീശൻ്റെ ശരീരഭാഷയിലുണ്ട്. മുഖം വളരെ ഡള്ളായിട്ടാണ് VD സതീശൻ ഏറ്റവും കൂടുതൽ പറഞ്ഞത്. പ്രതിസന്ധികൾ ഉണ്ട് എന്ന് അദ്ദേഹം ഇൻഡയറക്റ്റായി അംഗീകരിക്കുന്ന എല്ലാ ഘട്ടങ്ങളും ഉണ്ട്. കാരണം തർക്കം ഉണ്ടായിരുന്നു. 2 ദിവസത്തെ ചർച്ചകൾ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാകും എന്നൊക്കെ ഉള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇപ്പോഴും സംഘർഷങ്ങളുണ്ട്. ഇപ്പോഴും ഒരു നിശ്ചയിച്ച സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തിക്കാൻ ആയിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള സംഭവഗതികളും വിവരങ്ങളുമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് VD സതീശനിലൂടെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. നമുക്ക് വിഷ്ണു തലവൂരിലേക്ക്, ദില്ലിയിലേക്ക് ആദ്യം ഒന്ന് പോകാം. വിഷ്ണു, പ്രധാനമായും കെ സുധാകരൻ്റെ ഇടഞ്ഞു നിൽക്കലാണ്. കെ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുന്നു. ഗുഡ് ബൈ KC വേണുഗോപാൽ എന്ന് സുധാകരൻ പറഞ്ഞു പോയി എന്നാണ് കേൾക്കാനാകുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അജിംഷാദ്, ഏതായാലും കെ സുധാകരന്റെ വിഷയത്തിൽ കോൺഗ്രസ് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നേതൃത്വവുമായി വലിയ തോതിൽ ഇടങ്ങി നിൽക്കുന്ന സുധാകരൻ ഈ ഫ്ലാറ്റിൽ തന്നെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് സുധാകരന്റെ ഫ്ലാറ്റിന് മുന്നിലാണ്. ഈ ഫ്ലാറ്റിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ സുധാകരൻ ഫ്ലാറ്റിൽ കയറിയതാണ്. പക്ഷേ ഇതുവരെ പുറത്തിറങ്ങാൻ പോലും കൂട്ടാക്കാതെയാണ് സുധാകരൻ ഫ്ലാറ്റിൽ തന്നെ തുടരുന്നത്. എന്തായാലും ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് ാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുധാകരന് സീറ്റ് നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യം സുധാകരൻ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. നിലവിൽ കോൺഗ്രസ് നേതാക്കളോട് സുധാകരൻ ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നു. KC വേണുഗോപാലിനെ ഫോണിൽ വിളിച്ച് ഗുഡ് ബൈ KC എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വഴിക്ക് പൊക്കോളൂ, ഞാൻ എൻ്റെ വഴിക്ക് പൊക്കോളാം എന്നതാണ് ഇപ്പോൾ സുധാകരൻ കോൺഗ്രസ് നേതാക്കളോട് അറിയിച്ചിരിക്കുന്നത്. അതായത് സുധാകരൻ കോൺഗ്രസുമായി ഇടയുന്നു, കോൺഗ്രസ് വിട്ട് പുറത്തു പോകാൻ സുധാകരൻ നീക്കങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഏറ്റവും അവസാന ഘട്ടത്തിലെ ഒരു സമ്മർദ്ദം കൂടി സുധാകരൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഉണ്ടാകുന്നു എന്നൊരു മറുവശം കൂടി ഇപ്പോഴത്തെ സുധാകരൻ്റെ നീക്കത്തിലുണ്ട്. കാരണം 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ആ പട്ടിക പുറത്തു വരുന്നതിന് മുന്നേ താൻ പാർട്ടി വിട്ട് പുറത്തു പോകും, സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ലെങ്കിൽ പാർട്ടി വിട്ട് പുറത്തു പോകുമെന്ന അവസാനവട്ട സമ്മർദ്ദം കൂടി സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമാക്കുന്നു എന്നതാണ് ഒരു മറുവശം കൂടിയുള്ളത്. പക്ഷേ എന്തായാൽ പോലും സുധാകരൻ്റെ ഇപ്പോഴത്തെ നീക്കമെന്ന് പറയുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കോൺഗ്രസിനെ എത്തിക്കുന്നത്.